ഹലോ കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾക്ക് പ്രപ്പോസലിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു അവര് ലൊമോവും നതാലിയയും തമ്മിലുള്ള ഒരു ആർഗ്യുമെന്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അപ്പോൾ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ലോമോ, ഐ വിൽ ഷോ യു ദ ഡോക്യുമെന്റ്സ്. നതാലിയ സ്റ്റെപ്പനോവ്ന. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ നിന്നെ എന്ത് കാണിക്കാം? എൻ്റെ അതിനുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഉണ്ട്. ആ പ്രോപ്പർട്ടി ഞങ്ങളുടേതാണ് എന്നുള്ളതിനുള്ള എല്ലാ ഡോക്യുമെന്റ്സും ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. നതാലിയ, നോ, യു ആർ സിംപ്ലി ജോക്കിംഗ് ഓർ മേക്കിംഗ് ഫൺ ഓഫ് മീ. നിങ്ങൾ വെറുതെ ജോക്കിംഗ് ആണ്, അല്ലെങ്കിൽ ഫൺ ചെയ്യുകയാണ്. വാട്ട് എ സർപ്രൈസ്! എന്ത് സർപ്രൈസ് ആണിത്? വി ഹാവ് ഹാഡ് ദ ലാൻഡ് ഫോർ നിയർലി 300 years. 300 വർഷമായിട്ട് ഈ ലാൻഡ് ഞങ്ങളുടെ കയ്യിലാണുള്ളത്, ഞങ്ങളുടേതാണ്. ആൻഡ് ദെൻ വി were suddenly told that it isn't ours. ഇപ്പോഴും പെട്ടെന്ന് ഒരാൾ വന്ന് പറയുകയാണ്, എന്താണ് ഇത് ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞാല് ഇവാൻ വാസ്ലേവിച്ച്, ഐ ക്യാൻ ഹാർഡ്ലി ബിലീവ് മൈ ഓൺ ഇയേഴ്സ്. എന്റെ ചെവികൾക്ക് അത് വിശ്വസിക്കാനാവില്ല. ദീസ് മെഡോസ് ആർ ഇൻ വർത്ത് മച്ച് ടു മീ. ഈ മെഡോസ് എന്ന് പറയുന്ന അത്ര വിലപിടിപ്പുള്ളൊന്നും അല്ല. ദേ ഓൺലി കം ടു 5 ഡെസിയാൻഡൻസ് എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു മെഷർമെന്റ്, ചെറിയൊരു അളവിലുള്ള പ്രോപ്പർട്ടി ആണത്. ആ മെഷർമെന്റ് ആണ് അവിടെ പറയുന്നത്. ആൻഡ് ആർ വർത്ത് പെർഹാപ്സ് 300 റൂബിൾസ്. അതായത് റഷ്യൻ മണി 300 റൂബിൾസ് മാത്രം വരുന്ന ഒരു പ്രോപ്പർട്ടി ആണത്. ബട്ട് ഐ കാൺ സ്റ്റാൻഡ് അൺഫെയർനെസ്. പക്ഷെങ്കിൽ അത്ര പിടിപ്പുള്ള ഒരു വസ്തു അല്ല അതെങ്കിൽ പോലും എനിക്ക് അൺഫെയർ ആയിട്ടുള്ള കാര്യത്തിന്റെ കൂടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. സേ വാട്ട് യു വിൽ. ഓക്കെ, നീ എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞോളൂ. ഐ കാൺ സ്റ്റാൻഡ് അൺഫെയർനെസ്. ഓക്കെ, ബട്ട് ഞാൻ അൺഫെയർ ആയിട്ടുള്ള കാര്യത്തിന്റെ കൂടെ ഒരിക്കലും നിൽക്കില്ല. ലൊമോ, ഹിയർ മീ ഔട്ട്, ഐ ഇംപ്ലോർ യു. ഇത് ശ്രദ്ധിച്ചാലും ഞാൻ പറയുന്നത് കേൾക്കൂ. ദ peasants of your father's grandfather, as I have already had the honor of explaining to. I already ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? എൻ്റെ ആന്റിയുടെ ഗ്രാൻഡ് ഗ്രാൻഡ്ഫാദേഴ്സ് അല്ലെങ്കിൽ അവര് നിങ്ങളുടെ ഫാദറിന്റെ ഗ്രാൻഡ് പേരൻസിന് കൊടുത്തിട്ടുള്ളതാണ് ഭൂമി അല്ലെ. അപ്പം യൂസ്ഡ് ടു ബേക്ക് ബ്രിക്സ് ഫോർ മൈ ആൻഡ്സ് ഗ്രാൻഡ് മദർ. അവര് ഞങ്ങളുടെ ആന്റിയുടെ ഗ്രാൻഡ് മദറിന് അത് കൊടുത്തിരുന്നു. എന്തിന്? സോറി, അവര് തിരിച്ച് അതിന്റെ പ്രതിഫലമായിട്ട് ബ്രിക്സ് ഒക്കെ ബേക്ക് ചെയ്ത് കൊടുത്തിരുന്നു. നൗ മൈ ആൻഡ്സ് ഗ്രാൻഡ് മദർ വിഷിംഗ് ടു മേക്ക് ദം എ പ്ലസന്റ്. അപ്പം ഇപ്പൊ ഞങ്ങളുടെ ആന്റിയുടെ ഗ്രാൻഡ് മദർ അവര് വിഷ് ചെയ്യുന്നത് എന്താണ്? സന്തോഷമുള്ള. അത്രയും പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കി പറയുന്നതിന് മുമ്പ് നതാലിയ പറയാണ്, ഐ കാൺ മേക്ക് എ ഹെഡ് ഓർ ടെയിൽ ഓഫ് ഓൾ ദിസ് അബൌട്ട് ഓൺ ആൻഡ് സൺ ഗ്രാൻഡ് ഫാദേഴ്സ് ആൻഡ് ഗ്രാൻഡ് മദേഴ്സ്. എനിക്കിപ്പം ഹെഡ് ഓർ ടെയിൽ അല്ലെങ്കിൽ നമ്മൾ ടോസ് ഇടില്ലേ, അപ്പൊ അത് എന്റേതാണ്, അത് ഇത് ഹെഡ് വന്നാൽ എന്റേത്, ടെയിൽ വന്നാൽ നിന്റെ, അങ്ങനൊന്നും പറഞ്ഞ് എനിക്ക് ആ കളിയൊന്നും കളിക്കാൻ എനിക്കിപ്പോ താല്പര്യമില്ല. നിന്റെ ആന്റിയോ എന്താണ് ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ അതൊന്നും കേൾക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ല. പക്ഷെങ്കിൽ എനിക്ക് ഒന്നും മാത്രം അറിയാം, എന്താണ്? ദ മെഡോസ് ആർ അവേഴ്സ്, ദാറ്റ്സ് ഓൾ. ആ മെഡോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതാണ്, അത് മാത്രമേ ഉള്ളൂ. ലോമോ, മൈൻ, എന്റേതാണ്. നതാലിയ ഔസ്. നതാലിയ തർക്കിക്കുകയാണ്, ഞങ്ങളുടേതാണ് പറഞ്ഞു. യു ക്യാൻ ഗോ ഓൺ പ്രൊവൈഡിങ് ഇറ്റ് ഫോർ 2 days ഓൺ എൻഡ്. യു ക്യാൻ ഗോ ആൻഡ് പുട്ട് ഓൺ 15 ഡ്രസ് ജാക്കറ്റ്സ്. ഇപ്പൊ ഇട്ടിരിക്കുന്ന പോലുള്ള ഒരു 15 ജാക്കറ്റ്സ് ഇട്ടുകൊണ്ട് നീ വാ എന്ന് വെച്ചാൽ 2 ദിവസത്തെ ഞാൻ ടൈം തരാം. ആ സമയം കൊണ്ട് നിനക്ക് പോയി എന്ത് ചെയ്യാം? പ്രൂവ് ചെയ്യാം. പക്ഷെങ്കിൽ നീ ഒരു 15 ജാക്കറ്റ്സ് ഇട്ട് വന്നെന്ന് പറഞ്ഞാലും എന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല. ഇത് തന്നെയാണ്, ഈ മെഡോസ് ഞങ്ങളുടേത് തന്നെയാണ് എന്ന് അവൾ ഉറപ്പിച്ചു പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഔർസ് ഇങ്ങനെ പറയാണ്, ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഓഫ് യുവേഴ്സ് ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു ഗിവ് എനിത്തിങ് ഓഫ് മൈൻ. സോ ദേർ. എന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടേത് ഒന്നുമേ വേണ്ട. ഈ ലാൻഡ് നിങ്ങളുടെ എനിക്കിപ്പം പിടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. പക്ഷെങ്കിൽ എന്റെ കയ്യിലുള്ളത് നിനക്ക് തരുമെന്ന് നീ വിചാരിക്കുകയും വേണ്ട എന്നാണ്. ലോമോ, നതാലിയ സ്റ്റെപ്പനോവ്ന, ഐ ഡോണ്ട് വാണ്ട് ദ മെഡോസ്. നതാലിയ, എനിക്ക് ഈ മെഡോസ് ആവശ്യമില്ല. അവർക്ക് 2 പേർക്കും അറിയാം എന്താണ് അത് വലിയ എന്താണ് ഭയങ്കര വില ഉള്ള കിട്ടുന്ന സ്ഥലമോ അങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി ഒന്നും അല്ല. പക്ഷെങ്കിൽ 2 പേരും ഇത് അംഗീകരിക്കാനായിട്ട് തയ്യാറാകുന്നില്ല.
അവരവരുടെ സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബട്ട് ഐ ആം ആക്ടിങ് ഓൺ പ്രിൻസിപ്പിൾ. ലോമോവോ അത് തന്നെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു പ്രിൻസിപ്പിളിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്, എനിക്ക് ഇതിൽ നിന്നും മാറാനായിട്ട് സാധിക്കില്ല. ഇഫ് യു ലൈക്ക് ഐ വിൽ മേക്ക് യു എ പ്രസന്റ് ഓഫ് ദം. അപ്പൊ നിനക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യാം, ഞാൻ നിനക്ക് അതൊരു പ്രസന്റ് പോലെ തന്നേക്കാം നതാലിയ. ഐ ക്യാൻ മേക്ക് യു എ പ്രസന്റ് ഓഫ് ദം മൈസെൽഫ്. എനിക്ക് എന്റെ പ്രോപ്പർട്ടി നീ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരുമെന്നോ? വേണ്ട, അത് വേണ്ട, ഞാൻ വേണമെങ്കിൽ നിനക്കത് തന്നേക്കാം. ബിക്കോസ് ദേ ആർ മൈൻ എന്ന് വെച്ചാൽ അത് എന്റേതാണ്, എന്റെ പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഞാനാണ് നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് തരേണ്ടത്. യുവർ ബിഹേവിയർ ഇവൻ വാസ് ലേവിച്ച് is strange to say the least. Up to this we have always thought of you as a good neighbor. ഇത്രയും നാള് ഞങ്ങൾ നിന്നെ കുറിച്ച് വിചാരിച്ചിരുന്നത് നീ നല്ല ഒരു നെയ്ബർ ആണെന്ന്, അയൽവാസിയാണെന്നാണ്. പക്ഷെങ്കില് ഇപ്പോഴെനിക്ക് മനസ്സിലായി നിങ്ങളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ്. ഓക്കെ, എ ഫ്രണ്ട് ഒക്കെ ഒരു ഫ്രണ്ട് ആയിട്ടോ അല്ലെങ്കിൽ നല്ലൊരു അയൽവാസിയായിട്ടോ ഒക്കെ ഞാൻ നിങ്ങളെ കണ്ടിരുന്നത്. ലാസ്റ്റ് ഇയർ വി ലെൻറ്റ് യു അവർ ത്രഷിംഗ് മെഷീൻ. കഴിഞ്ഞ വർഷം എന്ത് ചെയ്തു, ഞങ്ങൾ നിങ്ങളുടെ ത്രഷിംഗ് മെഷീൻ, അതായത് മെതി യന്ത്രം നിങ്ങൾക്ക് തന്നിരുന്നു. ഓൾദോ ഓൺ ദാറ്റ് അക്കൗണ്ട് വി ഹാഡ് ടു പുട്ട് ഓഫ് അവർ ഓൺ ത്രഷിംഗ് ടിൽ നവംബർ. അത് നിങ്ങൾക്ക് തന്നത്, ലെൻഡ് തന്നത് കാരണത്താല് ഞങ്ങളുടെ അവിടെ ഇച്ചിരി എന്ത് ചെയ്തു, മുടങ്ങിപ്പോയി. ഞങ്ങൾ നവംബർ മാസം വരെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നു, അതായത് പുട്ട് ഓഫ് ചെയ്യേണ്ടി വന്നു അല്ലേ. അപ്പൊ ഞങ്ങൾ അത് മാറ്റി വെക്കേണ്ടി വന്നു അപ്പോഴത്തേന്. ബട്ട് യു ബിഹേവ് ടു us as if we were gypsies. ഞങ്ങളൊരു ജിപ്സി അല്ലെ, നാടോടി അന്യനാട്ടിൽ നിന്ന് വന്നവരെ പോലെ, ഇത് അന്യ വന്നിട്ട് ഞങ്ങൾ ഭൂമി അടക്കാൻ വന്നു പോലെ ജിപ്സികളെ പോലെയാണ് ഞങ്ങളെ നീ കാണുന്നത്. ഗിവിംഗ് മീ മൈ ഓൺ ലാൻഡ് ഇൻഡീഡ് നോ റിയലി ദാറ്റ്സ് നോട്ട് അറ്റ് ഓൾ നൈബർലി. ഓക്കെ, എന്തൊക്കെ പറഞ്ഞാലും ഇത് നൈബർലി അല്ല, ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു അയൽവാസികളുടെ റിലേഷൻ ഇങ്ങനെയൊന്നും അല്ല. ഇൻ മൈ ഒപ്പീനിയൻ, എന്റെ അഭിപ്രായത്തില് ഇറ്റ്സ് ഈവൻ ഇംപ്യൂഡന്റ് ഇഫ് യു വാണ്ട് ടു നോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ എന്റെ അഭിപ്രായം പറയാണ്, ഇത് വളരെ ഇംപ്യൂഡന്റ് ആണ്, റൂഡായിട്ടുള്ള ഒരു കാര്യമാണ്. ലോമോ പറയാണ്, then you make out that I am a land grabber. എന്താണ് നീ പറഞ്ഞു വരുന്നത്, ഞാൻ ഒരു ലാൻഡ് ഗ്രാബർ ആണോ, ഞാൻ നിങ്ങളുടെ ഭൂമി കയ്യേറുന്ന ഒരാളാണെന്നാണ് പറയുന്നത്. മേഡം, never in my life have I grabbed anybody else land, and I shan't allow anybody to accuse me of having done so. ഞാൻ ഇതുവരെ ആരുടെയും ഒരു പ്രോപ്പർട്ടി എടുത്തിട്ടുമില്ല. ഇനി ആരെങ്കിലും അങ്ങനെ എടുത്തെന്നും പറഞ്ഞ് എന്നെ ബ്ലെയിം ചെയ്താൽ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയില്ല, ഞാൻ അതിനെതിരാക്കി പ്രതികരിക്കുകയും ചെയ്യും. Quickly steps to the carafe and drinks more water. ഓക്കെ, ഇയാൾക്ക് മറ്റേ അസുഖമുള്ള ആൻസൈറ്റിയുടെ അസുഖമുള്ള കാരണത്ത് ഇയാൾക്ക് എപ്പോഴും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആവുകയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ. അപ്പൊ ഇത്രയും വളരെ ദേഷ്യപ്പെട്ടൊക്കെ പറഞ്ഞപ്പോഴത്തേന് അയാൾക്ക് പിന്നെ എന്താണ് വെള്ളം കുടിക്കണം എന്നൊക്കെ തോന്നി, വെള്ളം കുടിക്കുന്നു. ഓക്സൺ മെഡോസ് ആർ മൈൻ. എന്നാലും പിന്നെയും പറയുകയാണെന്ത്, ഓക്സൺ മെഡോസ് എന്റേതാണ്. നതാലിയ, ഇറ്റ്സ് നോട്ട് ട്രൂ, ദേ ആർ ours. ആള് പറയുന്നു, അല്ല ഇത് സത്യമല്ല, ഇത് ഞങ്ങളുടേതാണ്. ലോമോ, മൈൻ. അവർ തമ്മിലുള്ള തർക്കം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ നതാലിയ പറയാണ്, ഇത് സത്യമല്ല, ഇറ്റ്സ് നോട്ട് ട്രൂ, ഐ വിൽ പ്രൂവ് ഇറ്റ്. ഇത് ഞാൻ തെളിയിക്കും. I will send my movers out to the meadows this very day. ഏറ്റവും ഒരു അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ മൂവേഴ്സിനെ ഇങ്ങോട്ട് അയക്കും. മൂവേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ പണിക്കാരെ, അവിടെ പാടത്തൊക്കെ അവിടെ പണി ചെയ്യുന്ന ആൾക്കാരെ അങ്ങോട്ട് വിടുമെന്ന് പറയുകയാണ് കേട്ടോ. ലോമോ, വാട്ട്? എന്താണ് നതാലിയ? മൈ മൂവേഴ്സ് വിൽ there this very day. എൻ്റെ മൂവേഴ്സ് അവിടെ ഏറ്റവും അടുത്ത ദിവസം തന്നെ അവിടെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. ലോമോ, ഐ വിൽ ഗീവ് ഇറ്റ് ദം ഇൻ ദ നെക്ക്. അവര് വരട്ടെ, അവരെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം അല്ലെ. നതാലിയ, യു ഡെയർ? ലോമോ clutches at his heart. Oxen meadows are mine. You understand? Mine. അപ്പോൾ അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ഉറക്കെ വിളിച്ച് പറയുകയാണ്, ഓക്സൺ മെഡോസ് എന്ന് പറയുന്നത് എന്റേതാണ്, അതുകൊണ്ട് എന്താണ് നിനക്ക് മനസ്സിലായോ, ഇത് എന്റേതാണെന്നൊക്കെ പറയാണ്. നതാലിയ, പ്ലീസ് ഡോണ്ട് ഷൗട്ട്. യു ക്യാൻ ഷൗട്ട് യുവർസെൽഫ് ഹോഴ്സ് ഇൻ യുവർ ഓൺ ഹൗസ്. നിങ്ങൾ ഷൗട്ട് ചെയ്യരുത്, നിങ്ങൾക്ക് ഷൗട്ട് ചെയ്യണമെന്ന് നിങ്ങളുടെ വീട്ടിൽ പോയി ഷൗട്ട് ചെയ്തോളൂ. ബട്ട് ഹിയർ ഐ മസ്റ്റ് ആസ്ക് യു ടു റിസ്ട്രെയിൻ യുവർസെൽഫ്. ഇവിടെ ഞാൻ നിങ്ങളോട് പറയാണ്, ഇവിടെ റിലാക്സ് ചെയ്യണം, ഇവിടെ മര്യാദയ്ക്ക് സംസാരിക്കണം, പതുക്കെ സംസാരിക്കണം. ലോമോ, if it wasn't madam for this awful excruciating palpitation, if my whole inside wasn't upset, I would like to you in a different way.
Yes, oxen meadows are mine. അപ്പൊ അയാൾ പറയാണ്, നിങ്ങൾക്കറിയാമോ ഈ പാൽപിറ്റേഷൻ എന്ന് പറയുന്ന അസുഖം എനിക്കില്ലായിരുന്നു എങ്കിൽ ഞാൻ ഇങ്ങനൊന്നും അല്ലായിരുന്നു നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്കിപ്പോൾ എന്റെ സ്ഥിതി മോശമായതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പെരുമാറുന്നത്, അല്ലെങ്കിൽ ഇതിലും വലുതായിരുന്നു എന്ന് പറയുകയാണ്. നതാലിയ ഔസ് ലൊമോ മൈൻ, നതാലിയ ഔസ് ലൊമോ മൈൻ. ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഫാദർ തിരിച്ചു വന്നു. ആരുടെ? നതാലിയയുടെ. എൻഡർ ചുബുക്കോ. ചുബുക്കോ, വാട്ട്സ് മാറ്റർ? വാട്ട് ആർ യു ഷൗട്ടിംഗ് ഫോർ? എന്താണ്? അയാൾ വിചാരിച്ചു ഇവര് തമ്മിൽ പ്രപ്പോസൽ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് എല്ലാം സെറ്റിൽ ആയെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോ എന്താണ്, ഇവര് തമ്മിൽ ഷൗട്ടിംഗ് ആണ്. അപ്പം ചോദിച്ചു എന്താണ് കാര്യമെന്ന്. നതാലിയ, പപ്പ പ്ലീസ് ടെൽ ഹിസ് ജെന്റിൽമാൻ who owns oxen meadows, we or he. പപ്പ പറഞ്ഞ ഈ മനുഷ്യനോട് പറഞ്ഞു മനസ്സിലാക്കാൻ പറയാണ്, ഈ നമ്മുടെ മെഡോസ്, ഓക്സൻ മെഡോസ് നമ്മുടേതാണോ ഇയാളുടേതാണോ? ചുബുക്കോ to Lumo, darling, the meadows are ours. Darling, ആ മെഡോസ് ഞങ്ങളുടേതാണ്. Lomo, please, Stephen Stepanovic, how can they be yours? Okay, പറയൂ, എങ്ങനെയാണ് ഈ പ്രോപ്പർട്ടി നിങ്ങളുടേതാകുന്നത്? Do be a reasonable man. My aunt's grandmother gave the meadows for the temporary and free use of your grandfather's presence. അറിയാവുന്ന കാര്യമല്ലേ, എന്റെ ആന്റിയുടെ ഗ്രാൻഡ് മദർ നിങ്ങൾക്ക് തന്നതാണ്. ആർക്ക്? നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന്റെ പെസൻസിന് കൊടുത്തതാണ്. The peasants used the land for 40 years and God accustomed to it as if it was their own when it happened that. എന്ന് വെച്ചാൽ ഒരു 10-40 വർഷത്തോളമായി നിങ്ങൾ അത് നിങ്ങളുടെ പെസൻസ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അവർ ഓട്ടോമാറ്റിക്കലി വിചാരിക്കുകയാണ്, അവരുടെ തലമുറകൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കുടുംബക്കാരെല്ലാം വിചാരിക്കുന്നത് അത് നമ്മുടെ തന്നെയാണെന്ന് അങ്ങ് വിചാരിച്ചിരിക്കുകയാണ്. Chubuko, excuse me, my precious, you forgot just this. Okay, excuse me, my precious, നീ ഒരു കാര്യം മറന്നു. That the peasants didn't pay your grandmother and all that because the meadows were in dispute. എന്ന് വെച്ചാല് ആ പെസൻസ് നിങ്ങളുടെ ഗ്രാൻഡ് മദറിനൊന്നും പേ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാല് കാരണം എന്താണ്? ദ മെഡോസ് എന്ന് പറയുന്ന ഒരു തർക്കത്തിലായിരുന്നു, ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ ഓണർഷിപ്പ് ആരുടേതാണ് എന്നുള്ളതിനെ ചൊല്ലി ഒരു തർക്കം ഉണ്ടായിരുന്ന കാരണത്താല് എന്താണ് യുവർ ഗ്രാൻഡ് മദർ അല്ലെ അവരെ എന്താണ് ഒന്നും പേ ചെയ്തിട്ടില്ല. Now everybody knows that they are ours. അപ്പൊ ചുബുക്കോ പറയാണ്, എല്ലാവർക്കും അറിയാം എന്ത് ഇത് ഞങ്ങളുടേതാണ് എന്നറിയാം. ലോമോ തന്നെയാണ് അവളോട് പറഞ്ഞത്, എല്ലാവർക്കും അറിയാം ഈ പ്രോപ്പർട്ടി ഞങ്ങളുടേതാണ്. അപ്പൊ ഈ ചുബുക്കോ പറയുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് യു ഹാവന്റ് സീൻ ദ പ്ലാൻ. ചുബുക്കോ ലോമോവിനോട് പറയുന്നത് എനിക്ക് തോന്നുന്നു നീ അതിന്റെ പ്ലാൻ ഒന്നും നിനക്ക് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു നീ. ലോമോ, ഐ വിൽ പ്രൂവ് ടു യു ദാറ്റ് ദേ ആർ മൈൻ. ഓക്കെ, എനിക്ക് പ്രൂവ് ചെയ്യാനുണ്ട്, ഞാൻ പ്രൂവ് ചെയ്തു തരാം ഇത് ഞങ്ങളുടേതാണെന്ന്. ചുബുക്കോ, യു വോണ്ട് പ്രൂവ് ഇറ്റ് മൈ ഡാർലിംഗ്. നീ തെളിയിക്കൊന്നും വേണ്ട മൈ ഡാർലിംഗ്. ലൂമോ, ഐ ഷാൽ, ഞാൻ തെളിയിക്കും. ചുബുക്കോ, ഡിയർ വൺ, വൈ yell like that? എന്തിനാണ് ഇങ്ങനെ ഒച്ചയിടുന്നത്? യു വോണ്ട് പ്രൂവ് എനിത്തിങ്, ജസ്റ്റ് ബി എൽ. നിനക്ക് ചുമ്മാ ഒച്ച വെക്കാനേ പറ്റുള്ളൂ, ഒന്നും തെളിയിക്കാനായിട്ട് കഴിയില്ല. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ഓഫ് യുവേഴ്സ്, എനിക്ക് നിങ്ങളുടേത് ഒന്നുമേ വേണ്ട. ആൻഡ് ഡോണ്ട് ഇന്റൻഡ് ടു ഗീവ് അപ്പ് വാട്ട് ഐ ഹാവ്, എന്ന് വെച്ചാൽ എനിക്കുള്ളത് നിനക്ക് തരാനും പോകുന്നില്ല. അവർ രണ്ടുപേരും ഒരുപോലെ പറയുന്നു. വൈ ഷുഡ് ഐ, ഞാൻ എന്തിനു ചെയ്യണം? ആൻഡ് യു നോ മൈ ബിലോഡ് that if you propose to go on arguing about it, I would much sooner give up the meadows to the peasants than to you there. Okay, നീ ഒരു കാര്യം നിനക്കറിയോ, നീ ഇപ്പോൾ എനിക്ക് എന്നോട് ആർഗ്യുമെന്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യും, ആ പ്രോപ്പർട്ടി വേറെ എല്ലാ ഫാർമേഴ്സിന് ഞാൻ കൊടുക്കും കേട്ടോ. ലോമോ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എന്താണ് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഹൗ ഹാവ് യു ദ റൈറ്റ് ടു ഗീവ് അവേ സംബഡി എൽസ് പ്രോപ്പർട്ടി? എന്താണ് നിങ്ങൾ പറയുന്നത്? വേറെ വല്ലവരുടെയും പ്രോപ്പർട്ടി നിങ്ങൾക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് കൊടുക്കാനാവും? Chubuko, you may take it that I know whether I have the right or not. ചുബുക്കോ പറയാണ്, യു മേ ടേക്ക് ഇറ്റ് ദാറ്റ് ഐ നോ വെദർ ഐ ഹാവ് ദ റൈറ്റ് ഓർ നോട്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഇതിനുള്ള അവകാശം ഉണ്ടോ ഇല്ല, ബിക്കോസ് ഈ യങ് മാൻ ഐ ആം നോട്ട് യൂസ്ഡ് ടു ബീൻ സ്പോക്കൺ ടു ഇൻ ദാറ്റ് ടൂൺ ഓഫ് വോയിസ് ആൻഡ് സോ ഓൺ. യങ് മാൻ, എനിക്ക് ഇങ്ങനെ വലിയ വിഷയമാക്കി അങ്ങനെ ഒരു ടൂണിൽ സംസാരിക്കണമെന്ന ഒരു വിചാരമേ ഇല്ല. യങ് മാൻ, ഐ എം ടൈംസ് ഓൺ യുവർ ഏജ്, എന്ന് വെച്ചാൽ നിങ്ങളെക്കാട്ടിൽ ഡബിൾ ഏജ് ഉള്ള ഒരു പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ആൻഡ് ആസ്ക് യു ടു സ്പീക്ക് മീ വിത്തൗട്ട്
without agitating yourself and all that. Okay, അപ്പൊ എന്റെ പ്രായം പരിഗണിച്ച് എന്നോട് അപ്പൊ എന്റെ പ്രായം മനസ്സിലാക്കിയെങ്കിൽ നീ എന്നോട് ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ലായിരുന്നു. ലോമോ, no, you just think I am a fool and want to have me on. You call me എന്ന് വെച്ചാൽ നീ എന്നെ ഒരു ഫൂളായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയൊരു സീരിയസ് വിഷയം നടക്കുമ്പോൾ നീ അപ്പൊ പ്രായം പരിഗണിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറയണ്ടേ. യു കോൾ മൈ ലാൻഡ് യുവേഴ്സ് ആൻഡ് എന്റെ ഭൂമി നിങ്ങളുടേതാണ് നിങ്ങൾ പറയുന്നു. ആൻഡ് ദെൻ യു വാണ്ട് മീ ടു ടോക്ക് ടു യു കാംലി ആൻഡ് പൊളൈറ്റ്ലി. എന്നിട്ട് നിങ്ങൾ പറയാണ് എന്റെ ഭൂമി നിങ്ങളുടേതാണ്. നിങ്ങൾ തർക്കിക്കുമ്പോഴും ഞാൻ കൈയും കെട്ടി നിൽക്കണോ അല്ലെ? അപ്പൊ എന്താണ്, ഞാൻ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കണോ, വളരെ കാം ആയിട്ട് സംസാരിക്കണോ? ഗുഡ് നൈബേഴ്സ് ഡോണ്ട് ബിഹേവ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഇവര് പറയാണ്, ലോമോവും പറയാണ്, നല്ലൊരു അയൽക്കാരനാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംസാരിക്കുകയില്ല. സ്റ്റീഫൻ സ്റ്റെഫനോവിക്, യു ആർ നോട്ട് എ നൈബർ. നിങ്ങളൊരു നല്ല അയൽവാസിയല്ല. യു ആർ എ ഗ്രാബർ. ഗ്രാബർ എന്ന് വെച്ചാൽ എന്താണ്? പിടിച്ചെടുക്കുന്ന ആള്, കയ്യേറ്റക്കാരനാണ്. ചുബുക്കോ, what is that? What did you say? എന്താണ് നിങ്ങൾ പറഞ്ഞത്? നതാലിയ, പപ്പ send the mowers out to the meadows at once. പപ്പ എന്തിനാണ് കൂടുതൽ തർക്കിക്കുന്നത്? നമ്മുടെ മോവേഴ്സിനെ, നമ്മുടെ വർക്കേഴ്സിനെ അങ്ങോട്ട് വിട്. ചുബുക്കോ, what did you say, sir? എന്താണ് നിങ്ങൾ പറഞ്ഞത് സർ? നതാലിയ, oaks and meadows are ours and I shan't give them up. Shan't give them up. Shan't give them up. Oaks and meadows ഞങ്ങളുടേതാണ്. ഇത് ഞങ്ങൾ ആർക്കും കൊടുക്കാൻ പോകുന്നില്ല. ലമോ, we will see. നമുക്ക് കാണാം. I will have the matter taken to the court. Okay, ഞാൻ എന്ത് ചെയ്യും? ഈ മാറ്റർ നമുക്ക് കോർട്ടിൽ പോകാം. കോർട്ടിൽ പോയാൽ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുമല്ലോ. ആൻഡ് ദെൻ ഐ വിൽ ഷോ യു. ഇനി നമുക്ക് കോർട്ടിൽ വെച്ച് കാണാം. അവിടെ വെച്ച് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് കാണിച്ചു തരാവുന്ന ചുബുക്കോ, ടു കോർട്ട്. കോർട്ട്, യു ക്യാൻ ടേക്ക് ഇറ്റ് ടു കോർട്ട്. ഓക്കെ, നോ പ്രോബ്ലം. നിനക്ക് ഇത് കോർട്ടിലേക്ക് കൊണ്ടുപോകാം. ആൻഡ് ഓൾ ദാറ്റ് യു ക്യാൻ. ഐ നോ യു. യു ആർ ജസ്റ്റ് ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ എ ചാൻസ് ടു go to court and all that. You petty fogger, all your people were like that, all of them. അയാൾ പറയാണ്, നീ ആണെങ്കിൽ ചെറിയൊരു പെറ്റി കേസ്, ഒരു സില്ലി കേസ് കിട്ടാൻ കാത്തിരിക്കുകയാണ് നീ കോർട്ടിലേക്ക് പോകാൻ. അങ്ങനത്തെ ഒരു പെറ്റി ഫോഗർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാളെ എന്താണ്, യു പെറ്റി ഫോഗർ എന്ന് പറഞ്ഞാൽ വളരെ താഴ്ന്ന രീതിയിൽ അയാളെ കളിയാക്കുകയും അബ്യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന കുറെ വേർഡ്സ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ലോമോ, നെവർ മൈൻഡ് അബൌട്ട് മൈ പീപ്പിൾ. അപ്പൊ ഇയാൾ എന്ത് പറഞ്ഞു? അതും കൂടെ പറഞ്ഞു, ഓൾ യുവർ പീപ്പിൾ വെയർ ലൈക്ക്, നിന്റെ വീട്ടിലും ഫാമിലിയെ അങ്ങനെയാണെന്ന്. അപ്പൊ വീട്ടിലുള്ളവരെയും കൂടെ പറയാൻ തുടങ്ങി. അപ്പോഴേ ലോമോ, നോ നോ നോ, എന്റെ ഫാമിലിയെ തൊട്ട് കളിക്കുന്നല്ലേ. നെവർ മൈൻഡ് അബൌട്ട് മൈ പീപ്പിൾ, എന്റെ ആൾക്കാരെ നീ പറയണ്ട. ദ ലോമോസ് ഹാവ് ഓൾ ബീൻ ഓണറബിൾ പീപ്പിൾ. ലോമോസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നില്ലേ, അവരുടെ ഫാമിലിയാണ് ലോമോസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അവരെല്ലാരും വളരെ എല്ലാരെയും റെസ്പെക്ട് ചെയ്യുന്ന വളരെ ഓണറബിൾ ആയിട്ടുള്ള പീപ്പിൾ ആണ്. ആൻഡ് നോട്ട് വൺ ഹാസ് എവർ ബീൻ ട്രൈഡ് ഫോർ എംബസൽമെന്റ് ലൈക്ക് യുവർ ഗ്രാൻഡ് ഫാദർ. നിന്റെ ഗ്രാൻഡ് ഫാദറിനെ പോലെ ഇതുപോലെ ചീറ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും എന്റെ ഫാമിലിയിൽ ആരും ഇതുവരെ ചെയ്തിട്ടില്ല. ചുബുക്കോ, യു Lomos have had a lunacy in our family, all of you. Natalia, all. അപ്പൊ അവരുടെ ഫാമിലിയിലുള്ളവരെല്ലാം ലുനാൻസി ആണെന്ന് പറയുന്നത്. അപ്പൊ നതാലിയ എന്ത് ചെയ്യുന്നു? അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചുബുക്കോ, യുവർ ഗ്രാൻഡ് ഫാദർ വാസ് എ ഡ്രങ്കാർഡ്. അപ്പോൾ ചുബുക്കോ പറയാണ്, നിന്റെ പിന്നെയും ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അപ്പനും മകളും കൂടെ അല്ലെ. അപ്പൊ നിന്റെ ഗ്രാൻഡ് ഫാദർ ഒരു എന്താണ്, കുടിയനായിരുന്നു അല്ലെ. ആൻഡ് യുവർ യങ്ങർ ആൻഡ് നതാസിയ മിഹൈലോവ്ന റാൻ അവേ വിത്ത് ആൻ ആർക്കിടെക്ട് ആൻഡ് സോ ആണ്. എന്താണ്, നിന്റെ ചെറിയ ആന്റി ഇല്ലേ, നിന്റെ യങ്ങർ ആന്റി, നിന്റെ ഇളയ ആന്റി അല്ലെ നതാസിയ, അവര് ആരോ ഒരു ആർക്കിടെക്റ്റിന്റെ കൂടെ ഒളിച്ചോടി പോയതല്ലേ. അങ്ങനെയുള്ള ലോക്കൽ ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഇവിടെ നടക്കുകയാണ്. ലോമോ, യുവർ മദർ വാസ് ഹം ബാക്ക്ഡ്. അപ്പൊ ലോമോവും തിരിച്ചൊട്ട് മോശമൊന്നുമല്ല. ലോമോ പറയാണ്, നിന്റെ വലിയ മദർ, നിന്റെ അമ്മ എന്താണ് ഇങ്ങനെ കൂനി നടക്കുന്ന ഒരാളല്ല അല്ലായിരുന്നോ, കൂനുള്ള ഒരു സ്ത്രീ അല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോഴും ക്ലച്ച് അറ്റ് ഹിസ് ഹാർട്ട്. പിന്നെയും ഹേർട്ട് ക്ലച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടുകയാണ് അല്ലെ. അപ്പൊ അയാൾക്ക് ആ അസുഖമുള്ളത് കൊണ്ട് സംതിങ് പുള്ളിങ് ഇൻ മൈ സൈഡ്. അപ്പൊ ഇന്നലെ പറഞ്ഞില്ലേ ഞാൻ, പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ഹാർട്ട് ബീറ്റ് കൂടും, അയാളുടെ ലിപ്സ് ഒക്കെ ട്രിംബ്ലിങ് ആവും, അയാളുടെ ഐബ്രോസ് ഒക്കെ ഇങ്ങനെ വെട്ടും, അതുപോലെ പല ആരോ പിടിച്ച് വലിക്കുന്ന പോലൊക്കെ തോന്നും, അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ. ഇപ്പൊ ഇയാൾക്ക് അതേ ഫീലിംഗ് വരികയാണ്. എന്താണ്, സംതിങ് പുള്ളിങ് ഇൻ മൈ സൈഡ്, എന്റെ സൈഡിൽ ആരോ എന്നെ പുള്ളി ചെയ്യുന്നു. മൈ ഹെഡ് ഹെൽപ്പ് വാട്ടർ. അപ്പൊ അയാൾക്ക് അയാളുടെ മൈ ഹെഡ് ഹെൽപ്പ്, അയാൾ വാട്ടർ ഒക്കെ ചോദിക്കുകയാണ്, സഹായം. ചുബുക്കോ, യുവർ ഫാദർ വാസ് എ ഗസ്ലിംഗ് ഗംബ്ലർ. അപ്പൊ അവര്
അയാൾ അത് നിർത്തുന്നേയില്ല. ചുബുക്കോ പറയാണ് നിന്റെ ഫാദർ എന്ന് പറഞ്ഞ ഒരു ചൂതാട്ടം എന്ന് പറഞ്ഞ കളി പണ്ടൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ പറയുന്നു നതാലിയ. ആൻഡ് there haven't been many backbiters so to equal your hand എന്ന് വെച്ചാല് യുവർ ആന്റി എന്ന് പറയുന്നത് എന്താണ്? backbiters എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അർത്ഥം? ഭയങ്കര നുണച്ചി അല്ലെ, നുണ പറയുന്ന, ഇവിടെ കേൾക്കുന്ന അവിടെ പറഞ്ഞ അങ്ങനെ പുറകെ നിന്ന് ഇങ്ങനെ കേൾക്കുകയും അത് മറ്റുള്ളവരോട് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം മറ്റുള്ളവരോട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, അങ്ങനത്തെ ഒരു സ്ത്രീ അല്ലായിരുന്നു ചുബുക്കോ. മൈ ലെഫ്റ്റ് ഫുഡ് ഹാസ് ഗോൺ ടു സ്ലീപ്. അപ്പം ചുബുക്കോ പറയാണ് എന്റെ ഇടതുകാൽ ഇങ്ങനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാവുന്നു. യു ആർ ആൻ ഇൻട്രിഗർ ഓ മൈ ഹേർട്ട്. അപ്പൊ ഇയാളെ ചീത്ത പറയാണ്. ആൻഡ് ഇറ്റ്സ് ആൻ ഓപ്പൺ സീക്രട്ട് ദാറ്റ് ബിഫോർ ദ ലാസ്റ്റ് ഇലക്ഷൻസ് യു ബ്രേ. അപ്പൊ കഴിഞ്ഞ ഇലക്ഷന് മുമ്പ് തന്നെ എന്ന് പറഞ്ഞിട്ട് നിർത്തി. ഐ ക്യാൻ സീ സ്റ്റാർസ്. അപ്പൊ അയാള് ആദ്യം പ്രപ്പോസൽ പറഞ്ഞപ്പോ അയാള് എന്തോ ഇങ്ങനെ ഭയങ്കര ആങ്ഷൈറ്റി ആയിട്ട് വെപ്രാളം കാണിച്ചില്ലേ എന്ന് പറയുന്നത് ഇയാൾ എന്തൊക്കെയോ പറയാണ്. ഐ ക്യാൻ സീ സ്റ്റാർ, എനിക്ക് നക്ഷത്രങ്ങളെ കാണാൻ കഴിയും. വേർ ഇസ് മൈ ഹാറ്റ്, എന്റെ ഹാറ്റ് എന്ത് എന്ന് വെച്ചാൽ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ ചുബുക്കോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നതാലിയ ഇറ്റ്സ് ലോ, ഇറ്റ്സ് ഡിസോണസ്റ്റ്, ഇറ്റ്സ് മീൻ. ഇറ്റ്സ് ലോ എന്ന് പറഞ്ഞാൽ വളരെ തരം താഴ്ന്ന രീതിയാണ്, ഇത് ഡിസോണസ്റ്റ് ആണ് എന്നൊക്കെ പറയാണ് ചുബുക്കോ. ആൻഡ് യു ആർ ജസ്റ്റ് മലീഷ്യസ് ഡബിൾ ഫേസ്ഡ് ഇൻട്രിഗർ. യെസ് എന്ന് വെച്ചാൽ ഒരു നീ രണ്ട് മുഖമുള്ള ഒരു ഫ്രോഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്, റൂഡായിട്ടുള്ള ഒരു മനുഷ്യനാണ്, അല്ലെ ബുദ്ധിയില്ലാത്ത അങ്ങനെ ഒക്കെ പറയുകയാണ്. ലോമോ ഹിയർസ് മൈ ഹാൻഡ്. അപ്പൊ ലോമോ ഇതെല്ലാം പറഞ്ഞു. ലോമോയ്ക്ക് ഇങ്ങനെ അസുഖം കൂടി വരുന്നത് കൊണ്ട് ലോമോയ്ക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനൊക്കെ ഉണ്ട് ആഗ്രഹം. ലോമോ എന്ത് പറയുന്നു? ഹിയർ ഇസ് മൈ ഹാർട്ട്, എന്റെ ഹാർട്ട് നോക്കുകയാണ്. മൈ ഹേർട്ട് വിച്ച് വേ, എന്റെ ഹേർട്ട് എന്ന് വെച്ചാൽ ഹേർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ വിച്ച് വേ, വേഴ്സ് ഡോർ. അപ്പൊ അയാൾ ഡോർ എന്ത് ചെയ്യുക, വാതിൽ എവിടെ, ഞാൻ പോവുകയാണെന്നുള്ള രീതിയിൽ. ഓ ഐ തിങ്ക് ഐ ആം ഡേയിങ്, ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇപ്പൊ തന്നെ മരിച്ചു പോകുന്നു എന്ന് വിചാരിക്കുന്നു. മൈ ഫുട്സ് നമ്പർ, എന്റെ കാലുകളൊക്കെ ഇങ്ങനെ സ്തംഭിച്ച പോലെ, അനക്കാൻ പറ്റാത്ത പോലെ ആയി. ഗോസ് ടു ദ ഡോർ. അപ്പൊ അയാള് ഡോറിന്റെ അവിടേക്ക് ഇങ്ങനെ പോയി. ചുബുക്കോ ഫോളോയിങ് ഹിം. ചുബുക്കോ പുറകെ പോയി. ആൻഡ് ഡോണ്ട് സെറ്റ് ഫുട്ട് ഇൻ മൈ ഹൗസ് അഗൈൻ. ഇനി ഒരിക്കലും നീ പൊക്കോ, ഇനി മേലാൽ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നേക്കരുത്. നതാലിയ ടേക്ക് ഇറ്റ് ടു കോർട്ട്, വി വിൽ സീ. ഓക്കെ, നതാലിയെ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. ഓക്കെ, നീ കോർട്ടിലേക്ക് പോ, കോർട്ടിൽ കൊണ്ട് കേസ് അവിടെ കൊണ്ട് കൊടുക്ക, പരാതി കൊടുക്ക, വി വിൽ സീ, നമുക്ക് കാണാം. ലോമോസ് ടാഗേഴ്സ് അവിടെ എന്തൊക്കെയാണെങ്കിലും ലോഗോസ് ഇങ്ങനെ പുറത്തേക്ക് പോയി. ചുബുക്കോ ഡെവിൾ ടേക്ക് ഹിം, അവനെ സാത്താൻ പിടിക്കും, പിശാച് പിടിക്കട്ടെ. വാക്സ് അബൌട്ട് ആൻ എക്സൈറ്റ്മെന്റ്, എന്നിട്ട് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ട് നടക്കുന്നു അല്ലെ. നതാലിയ വാട്ട് എ റാസ്കൽ, what risk can one have in one's neighbors after that? എന്ത് റാസ്കൽ. അപ്പൊ ഒരു റാസ്കലാണ് അയാള്. നമ്മൾ എങ്ങനെ നമ്മുടെ അയൽവാസികളെ വിശ്വസിക്കും അല്ലെ? നമ്മള് ചുബുക്കോ ദ വില്ലൻ, ദ സ്കെയർക്രോ അങ്ങ് അബ്യൂസ് ചെയ്യാണ് നതാലിയ. ദ മോൺസ്റ്റർ, അവർക്ക് രണ്ടുപേർക്കും പറഞ്ഞിട്ടും തീരുന്നില്ല അല്ലെ. അപ്പം ഇങ്ങനെ ഒരു എന്താ മോൺസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഭീകര ജീവിയെ പോലൊക്കെ ഉപമി അങ്ങനെ പറയാണ്. ഫസ്റ്റ് ഹി ടേക്സ് അവർ ലാൻഡ് ആൻഡ് ദെൻ ഹി ഹാസ് ദ ഇംപുഡൻസ് ടു അബ്യൂസ് us. രണ്ട് കുറ്റങ്ങളാണ് അയാൾ ചെയ്തത്. ഒന്ന്, നമ്മുടെ ഭൂമി അയാൾ ആദ്യം എടുത്തു, എന്നിട്ട് അയാളുടേതാണെന്ന് പറയുന്നു അല്ലെ. ഇപ്പൊ ഇംപുഡൻസ് ടു അബ്യൂസ്, നമ്മളെ വളരെ ക്രൂരമായ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മളെ അബ്യൂസ് ചെയ്യുന്നു അല്ലെ. ഭയങ്കര റൂഡായിട്ടാണ് അയാൾ നമ്മളെ അബ്യൂസ് ചെയ്തിട്ട് പോയേക്കുന്നത്. ചുബുക്കോ ആൻഡ് ദാറ്റ് ബ്ലൈൻഡ് hen, yes, that turnip ghost has the confounded chick to make a proposal and so on. What? A proposal. അപ്പൊ അയാൾ പറയാണ് ഒരു ബ്ലൈൻഡ് ഹെൻ, അയാള് ടർണിപ്പ് ഗോസ്റ്റ് ഹാസ് ദ കോൺഫൗണ്ടർ എന്ന് പറഞ്ഞ കോൺഷ്യസ് അല്ലാത്ത ഇങ്ങനെ വിഭ്രാന്തിയുള്ള ഈ മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞ് കുറെ ചെയ്തൊക്കെ പറഞ്ഞിട്ട് അവനാണ് ഇവിടെ പ്രപ്പോസലുമായിട്ട് വന്നേക്കുന്നത്. എന്ത് പ്രപ്പോസൽ ഇങ്ങനൊക്കെ പറയുന്നു. നതാലിയ വാട്ട് പ്രപ്പോസൽ, എന്താ അപ്പൊ പ്രപ്പോസലോ? ചുബുക്കോ വൈ ഹി കെയിം ഹിയർ ടു പ്രപ്പോസ്. എന്താ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ അവൻ നിന്നെ പ്രപ്പോസ് ചെയ്യാനായിട്ട് വന്നതാണ്. നതാലിയ ടു പ്രപ്പോസ് ടു മീ, വൈ ഡിഡ്ന്റ് യു ടെൽ മീ സോ ബിഫോർ. എന്താ അപ്പൊ പ്രപ്പോസ് ചെയ്യാനോ, എന്നെ പ്രപ്പോസ് ചെയ്യാനോ, ഇത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞല്ലോ? ചുബുക്കോ സോ ഹി ഡ്രസ്സസ് അപ്പ് ഇൻ ഈവനിങ് ക്ലോസ്. നിനക്ക് മനസ്സിലായില്ലേ, അതുകൊണ്ട് അയാൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങി ഒക്കെ ഇവിടെ വന്നത്. ഈവനിങ് ഡ്രസ്, പാർട്ടി വെയർ ഒക്കെ ധരിച്ചുകൊണ്ട്. ദ സ്റ്റഫേഡ് സോസേജ്, വൃത്തികെട്ട അങ്ങനെയുള്ള തടിച്ച മാൻ എന്നൊക്കെ പറയാണ്, മനുഷ്യൻ എന്നൊക്കെ പറയാണ്. ദ വിസൻ ഫേസ്ഡ്, വിസൻ എന്ന് പറഞ്ഞാൽ വൃത്തികെട്ട ഫേസ് ഉള്ള മനുഷ്യൻ, അങ്ങനെയൊക്കെ പറഞ്ഞ് അയാളെ എന്നിട്ട് അങ്ങനെയൊക്കെ ഈ ചുബുക്കോവ് അഭിസംബോധന ചെയ്യുകയാണ്. ഓക്കെ, ബാക്കിയുള്ള പേജസ് എല്ലാം കൂടെ പറഞ്ഞ ബോറടിക്കും അല്ലെ. ബാക്കി തുടർന്നുള്ള പേജുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.